ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സോപ്പാണ്. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും മുഖത്തിലെ പാടുകളൊക്കെ കുറക്കാനും ഒരു അടിപൊളി സോപ്പാണ്. ഇതുണ്ടാക്കുന്നത് കറ്റാർ വാഴയും ഇരട്ടി മധുരവും വെച്ചാണ്. ഡെയിലി യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറ്റാർ വാഴയ്ക്ക് നല്ലതുപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാം. കറ്റാർ വാഴയുടെ ഉള്ളിൽ ജെല്ല് മാത്രമാണ് നമുക്കിതിലേക്ക് ആവശ്യം. ഇതിൻ്റെ സ്കിന്നൊന്നും ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു 2 സോപ്പ് മാത്രമാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അതിലേക്ക് ഇത്രയും കറ്റാർ വാഴ ആവശ്യമില്ല. ഇതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ. ഇനി ഈ ജെല്ലൊക്കെ നല്ലതുപോലെ സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ജെല്ല് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഫ്രഷായ അലോവേര ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ മിക്സിയുടെ ജാറ് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തായി വേണ്ടത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇത് ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. വെറും 40 രൂപയോ ഇല്ല ഈ ഒരു പാക്കിന്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സോപ്പ് ബേസാണ്. ഞാനിപ്പോൾ സോപ്പ് ബേസിന് പകരം പിയേഴ്സ് സോപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സോപ്പ് ബേസ് കൈമയുണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ പിയേഴ്സ് സോപ്പ് എടുത്താലും മതി. ഇനി ഈ സോപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഈ കട്ട് ചെയ്ത സോപ്പ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ സോപ്പ് നല്ലതുപോലെ മെൽട്ടായി കിട്ടും. ഈ ഒരു രീതിയിൽ തന്നെ കേട്ടോ സോപ്പ് ബേസ് ആയാലും നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ സോപ്പൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് മെൽട്ടാവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സോപ്പ് ഫുള്ളായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച കറ്റാർ വാഴയുടെ ജെല്ല് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആക്കി വെച്ച കറ്റാർ വാഴ ജെല്ല് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. വെറും 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുത്താൽ നമ്മൾ സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് പോകുന്ന ഒരു രീതിയിലായി പോകും. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് 2 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം. പൊടി ചേർക്കുമ്പോൾ കുറച്ച് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ സമയത്തൊക്കെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് സോപ്പ് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒരു 2 സോപ്പാണ് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു 2 മണിക്കൂർ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും സോപ്പൊക്കെ നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി സോപ്പാണ് കേട്ടോ. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് സോപ്പ് ഉണ്ടാക്കി നോക്കി യൂസ് ചെയ്ത് നോക്ക് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.